ഹായ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഈ തിയറം 13.8.4 പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് അല്ലേ. അവിടെ നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ, നമ്മൾ 2 വേരിയബിൾ ഫംഗ്ഷൻ ആരാണ് പറയുന്നത്, എഫ് എന്ന് പറയുന്ന ഒരു 2 വേരിയബിൾ ഫംഗ്ഷന് റിലേറ്റീവ് എക്സ്ട്രീമം അറ്റ് എ പോയിന്റ് x0 y0 ഉണ്ടെങ്കിൽ, ഓക്കെ ശ്രദ്ധിക്കുക, റിലേറ്റീവ് എക്സ്ട്രീമം അറ്റ് എ പോയിന്റ് x0 y0 ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ, നമ്മുടെ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് റിലേറ്റീവ് എക്സ്ട്രീമം എവിടെയുണ്ട്, x0 y0 ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ x0 y0 എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്നൂടെ പറയാം, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് റിലേറ്റീവ് എക്സ്ട്രീമം എന്ന് വെച്ചാൽ എന്താകാം, റിലേറ്റീവ് മിനിമം ആകാം, റിലേറ്റീവ് മാക്സിമം ആകാം. ഓക്കെ, അപ്പം അങ്ങനെ എക്സ്ട്രീമം ഉണ്ട് എവിടെ, x0 y0 ഉണ്ട്. നമ്മുടെ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ, എക്സിസ്റ്റ് ചെയ്യണോ നിർബന്ധമില്ല, എക്സിസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഓക്കെ, അതൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ പണ്ട് പഠിച്ചൊരു ഡെഫിനിഷൻ ആണ് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെ. ഒരു 1 വേരിയബിൾ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എ ഫംഗ്ഷൻ? 1 വേരിയബിളിന്റെ കേസിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച 1 വേരിയബിൾ ഫംഗ്ഷനിൽ ക്രിട്ടിക്കൽ പോയിന്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് 1 വേരിയബിൾ ആർ ദോസ് വാല്യൂസ് ഓഫ് എക്സ്. നമ്മൾ ഈ ഡൊമൈനുള്ള എക്സുകളെയാണ് നമ്മൾ എന്താ ക്രിട്ടിക്കൽ പോയിന്റുകൾ എന്ന് വിളിക്കുന്നത്. എങ്ങനെയുള്ള എക്സുകളെ? ആ എക്സില് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ 0 ആയി പോവും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കത്തില്ല. അത്തരം പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൊമൈനിലുള്ള എക്സുകളെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ആ എക്സുകളുടെ പ്രത്യേകത എന്തായിരിക്കണം? ഒന്നുകിൽ എഫ് ഡാഷ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, ഡിഫറൻഷ്യബിൾ അല്ല, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ 2 കാറ്റഗറിയിൽ പെടുന്ന എക്സുകളുടെ കളക്ഷൻ, അവരെ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് അനലോഗസ് ആയിട്ട് നമുക്ക് 2 വേരിയബിൾ ഫംഗ്ഷനിലും ക്രിട്ടിക്കൽ പോയിന്റ് ഡെഫിനിഷൻ വരും. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ നോക്കിയേ, എ പോയിന്റ് x0 y0 ഇൻ ദ ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് കോൾഡ് എ ക്രിട്ടിക്കൽ പോയിന്റ്. ഇവിടെ നോക്കിയേ, ഡൊമൈനിലുള്ള പോയിന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം x0 y0 എന്ന് പറയുന്ന ഡൊമൈനിലുള്ള ഒരു പോയിന്റിനെ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്തായിരിക്കണം, അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താകണം, 2 പാർഷ്യൽ ഡെറിവേറ്റീവും 0 ആയിരിക്കണം. 2 പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും 0 ആയിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കണം, പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിലും, ഓക്കെ, നമ്മൾ ആ പോയിന്റുകളെ നമ്മൾ എന്ത് വിളിക്കും, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. അതാണ് പറയുന്നത് ഇഫ് 1 or both പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡു നോട്ട് എക്സിസ്റ്റ്. അതായത് ചിലപ്പം എഫ് എക്സ് അറ്റ് x0 y0 മാത്രമായിരിക്കും എക്സിസ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, ചിലപ്പം എഫ് ഐ അറ്റ് x0 y0 മാത്രമായിരിക്കും എക്സിസ്റ്റ് ചെയ്യാത്തത്, ചിലപ്പം രണ്ടും എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള പോയിന്റുകളെ എല്ലാം കൂടെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, എഫ് എന്ന് പറഞ്ഞ ഒരു 2 വേരിയബിൾ ഫംഗ്ഷനിൽ x0 y0 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്, ഒന്നുകിൽ അതിന്റെ ബോത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താവണം, 0 ആകണം, അല്ലെങ്കിൽ എന്താകണം, അതിന് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അത്തരം പോയിന്റുകൾ നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്രിട്ടിക്കൽ പോയിന്റ് ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ളേ ക്രിട്ടിക്കൽ പോയിന്റ് എന്നിട്ട് നമുക്ക്. ഇനി നമ്മൾ പുതിയൊരു ടേമിലേക്കൊക്കെ പോകുമ്പോഴാണ് സാഡിൽ പോയിന്റ്, ഇതും പഠിച്ചിട്ടുണ്ടാവും. അവിടെ നിൽക്കട്ടെ, നമുക്ക് വായിച്ചു നോക്കാം. അപ്പം നമ്മുടെ തിയറം 13.8.4 പ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്താണ്, റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടെങ്കിൽ x0 y0 ഉണ്ട്, അതിന് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
ആ പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് പറഞ്ഞു. എങ്കിൽ നാച്ചുറലി ഈ റിലേറ്റീവ് എക്സ്ട്രീമം വരുന്ന എവിടെ ആയിരിക്കും? ക്രിട്ടിക്കൽ പോയിന്റ്സിലായിരിക്കും വരാനുള്ള സാധ്യത. കാരണം ക്രിട്ടിക്കൽ പോയിന്റിന്റെ അകത്ത് എന്ത് വരുന്നുണ്ട്? ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? പോയിന്റ് അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആകുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പം ക്രിട്ടിക്കൽ പോയിന്റിന്റെ കൂട്ടത്തിലല്ലേ എന്ത് വരത്തുള്ളൂ? റിലേറ്റീവ് എക്സ്ട്രീമം വരത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായേ? അതായത് എക്സ്ട്രീമം ഉണ്ട്, അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ, ഓക്കെ, അതായത് എക്സ്ട്രീമം ഉണ്ട്, അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട് എങ്കിൽ ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞു. ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആകുന്ന ആൾക്കാരെ കോമൺലി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ പോയിന്റ്. എങ്കിൽ നാച്ചുറലി എക്സ്ട്രീമം ഏത് കാറ്റഗറിയിൽ പെടും? ക്രിട്ടിക്കൽ പോയിന്റിന്റെ കാറ്റഗറിയിൽ പെടും. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. It follows from the definition and theorem 13.8.4 that relative extremum occur at critical points. മനസ്സിലായി? ഇനി നമ്മൾ പക്ഷെ വൺ വേരിയബിൾ ഫംഗ്ഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്രിട്ടിക്കൽ പോയിന്റ് അല്ലാത്ത പോയിന്റുകളിലും റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടാകും. ഓക്കെ, ഇതാണ് പറയുന്നത്. However, recall that, പണ്ട് നിങ്ങൾ പഠിച്ചാണ്, recall that a function of one variable, a relative extremum need not occur at every critical point. ഞാൻ ഇപ്പം പറഞ്ഞു നിർത്തി, റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടെങ്കിൽ അത് വരാനുള്ള ഒരു സാധ്യത ക്രിട്ടിക്കൽ പോയിന്റിന്റെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞു. ഒരു സാധ്യത. ഓക്കെ, എന്ന് വെച്ച് ക്രിട്ടിക്കൽ പോയിന്റുകളായിട്ട് വരുന്ന ആൾക്കാർ തന്നെ ആയിരിക്കണം റിലേറ്റീവ് എക്സ്ട്രീമം എന്ന് പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത്. വേറെ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ട്, വേറെ ചില ആൾക്കാർ കൂടെ പോസിബിലിറ്റീസ് ഉണ്ട്. അതാണ് പറയാൻ പോണത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ. നിങ്ങൾ ഫിഗർ 3.2.6 ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. അവിടെ ക്രിട്ടിക്കൽ പോയിന്റിന്റെ കൂട്ടത്തിൽ വരാത്ത ചില ആൾക്കാരുണ്ട്. ഓക്കെ, അത്തരം ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് അതിന്റെ 2 വേരിയബിൾ എക്സാമ്പിൾ നോക്കാം. ഒരു ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ എടുക്കുക. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഓഫ് 2 എടുക്കുക. പറയുന്നത് വെച്ചാൽ ഇറ്റ് നീഡ് നോട്ട് ഹാവ് എ റിലേറ്റീവ് എക്സ്ട്രീമ അറ്റ് എവരി ക്രിട്ടിക്കൽ പോയിന്റ്. അതായത് ക്രിട്ടിക്കൽ പോയിന്റുകൾ എല്ലാം തന്നെ എന്താണോ നിർബന്ധമില്ല, റിലേറ്റീവ് എക്സ്ട്രീമം ആകണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായേ? ഒരാൾ ക്രിട്ടിക്കൽ പോയിന്റ് ആയി എന്ന് വെച്ചാൽ അയാൾ റിലേറ്റീവ് എക്സ്ട്രീമം ആകണമെന്ന് ഇല്ല. അതാണ് പറയുന്നത്, എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ നീഡ് നോട്ട് ഹാവ് എ റിലേറ്റീവ് എക്സ്ട്രീമ അറ്റ് എവരി ക്രിട്ടിക്കൽ പോയിന്റ്. എല്ലാ ക്രിട്ടിക്കൽ പോയിന്റിലും റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം പറയാൻ പോകുന്നത്. ഒരു എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. ഫംഗ്ഷൻ ഇങ്ങനെയാണ്, y² - x². നമ്മൾ അതിന്റെ പടം വരച്ചു. അതിന്റെ പടമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഹൈപ്പർബോളിക് പരാബോളോയിഡ് എന്നാണ് നമ്മൾ ഈ പടത്തെ വിളിക്കുന്ന പേര്. പടം കാണുന്നുണ്ടോ നിങ്ങൾ? ഈ പടം. ഓക്കെ, ഇതാണ് ഹൈപ്പർബോളിക് പരാബോളോയിഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതിന്റെ 0,0 എന്ന് പറഞ്ഞ പോയിന്റിൽ, ഓക്കെ, 0,0 എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ 2 പാർഷ്യൽ ഡെറിവേറ്റീവുകളും കണ്ടുപിടിക്കുന്നു. അതായത് ഏതൊക്കെ? fx-ഉം കണ്ടുപിടിക്കുന്നു, fy-യും കണ്ടുപിടിക്കുന്നു. fx കണ്ടുപിടിച്ചാൽ എന്ത് വരും? -2x. fy കണ്ടുപിടിച്ചാൽ എന്ത് വരും? 2y. അറ്റ് 0,0 ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. fy അറ്റ് 0,0 എന്ത് കിട്ടും? 0 കിട്ടും. എങ്കിൽ ഈ 0,0 എന്ന് പറയുന്ന പോയിന്റ് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ? ശരിയല്ലേ? കാരണം എന്താ? അതിന്റെ ബോത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്തായി പോയി? 0 ആയിപ്പോയി. അതുകൊണ്ട് 0,0 എന്ന് പറയുന്ന എന്ത് പോയിന്റ് ആയിരിക്കും? ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ, ഈ 0,0 എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ പോയിന്റ് ഒരു റിലേറ്റീവ് മാക്സിമോ റിലേറ്റീവ് മിനിമോ ആയിട്ട് വരുമോ? അതായത് റിലേറ്റീവ് എക്സ്ട്രീമോ ആണോ ഇയാൾ? നമുക്ക് നോക്കാം. നിങ്ങൾ പടത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. 0,0 എന്ന് പറഞ്ഞ പോയിന്റ് റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ആയിട്ട് വരുമോ? ഈ XY പ്ലെയിനിൽ കൂടെ നോക്കി. XY പ്ലെയിനിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് എന്താണ്? മാക്സിമം ആണ്. 0,0 എത്തുമ്പോഴാണ് മാക്സിമം സംഭവിക്കുന്നത്. ഓക്കെ, അതായത് XY പ്ലെയിനിൽ കൂടെ. നിങ്ങൾ ഇയാളെ തന്നെ YZ പ്ലെയിനിൽ കൂടെ നോക്കിക്കേ. ഇങ്ങനെ നോക്കിക്കേ. ഇങ്ങനെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ 0,0 എന്ത് പറ്റുന്നുണ്ട്? മിനിമം ആയി പോകുന്നു. അപ്പൊ നോക്കിയേ, XY പ്ലെയിനിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് മാക്സിമം വരുന്നു, പക്ഷേ YZ പ്ലെയിനിൽ കൂടെ നോക്കുമ്പോൾ എന്ത് വരുന്നു? മിനിമം ആവുന്നു. സോ നമുക്ക് അതിനെ മാക്സിമം എന്നോ മിനിമം എന്നോ പറയാൻ പറ്റുമോ? 0,0 മാക്സിമം ആണെന്നോ അല്ലെങ്കിൽ മിനിമം ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് പറയുന്നത്. The function f has neither a relative maximum
nor a relative minimum at a 0, 0. അതുകൊണ്ട് അത്തരം പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാഡിൽ പോയിന്റ്. ഈ ഡെഫിനിഷൻസ് ഒക്കെ 1 മാർക്കിന് ചോദിക്കുന്നു. ഇപ്പൊ നമ്മൾ കുറെ ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ട്. റിലേറ്റീവ് എക്സ്ട്രീമ എന്താണ്, അബ്സല്യൂട്ട് എക്സ്ട്രീമ എന്താണ്, പിന്നെ സാഡിൽ പോയിന്റ് എന്താണ് അല്ലെ, പിന്നെ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്, ഈ ഡെഫിനിഷൻസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് സാഡിൽ പോയിന്റ്. അപ്പം ഒരു ഫംഗ്ഷനെ we say that a surface z equal to f of xy has a saddle point at x0 y0 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, if there are two distinct vertical planes through this point such that the trace of the surface in one of the plane has a relative maximum and the trace in the other has a relative minimum. അത് നമ്മളിപ്പം പറഞ്ഞ കാര്യം. നമ്മൾ രണ്ട് പ്ലെയിൻ എടുക്കുന്നു. ഓക്കെ, ഒന്ന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഈ XZ പ്ലെയിനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കി ഈ താഴെ ഇങ്ങനെ ഒരു പരാബോള കിട്ടുന്നില്ലേ? ഈ പരാബോള കിട്ടുന്നത് എങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ്? XZ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പരാബോള കിട്ടുന്നു. ആ പരാബോളയിൽ കൂടെ നോക്കുമ്പോൾ 0, 0 എന്ന് പറയുന്ന മാക്സിമം ആണ്. പക്ഷേ YZ പ്ലെയിനിൽ കൂടെ നിങ്ങളൊരു പ്ലെയിൻ എടുത്ത് കട്ട് ചെയ്യുമ്പോൾ ആ 0, 0 എന്തായി പോകുന്നു? മിനിമം ആയി പോകുന്നു. അത്തരം ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ ഡെഫിനിഷൻ വായിക്കാം. അതായത് we say that a surface z equal to f of xy has a saddle point at x0 y0 if there are two distinct vertical planes. ശരിയല്ലേ? രണ്ട് വെർട്ടിക്കൽ പ്ലെയിൻ എടുക്കുന്നു. ഒന്ന് XZ പ്ലെയിനിൽ കൂടെയും മറ്റൊന്ന് YZ പ്ലെയിനിൽ കൂടെയും. ഒന്ന് XZ പ്ലെയിനിൽ കൂടെ എടുക്കുന്നു, മറ്റൊന്ന് YZ പ്ലെയിനിൽ കൂടെ എടുക്കുന്നു. ഓക്കെ, അങ്ങനെ രണ്ട് ഡിസ്റ്റിങ്ക്ട് വെർട്ടിക്കൽ പ്ലെയിൻസ് എടുക്കുന്നു. അതിൽ ഒരു പ്ലെയിനിൽ കൂടെ ട്രേസ് എടുക്കുമ്പോഴത്തേക്ക് റിലേറ്റീവ് മിനിമം ആയി പോകുന്നു, വേറൊരു പ്ലെയിനിൽ കൂടെ ട്രേസ് എടുക്കുമ്പോഴത്തേക്ക് മാക്സിമം ആവുന്നു. അത്തരം പോയിന്റുകൾ നമ്മൾ വിളിക്കുന്നവരാണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെഫിനിഷൻസ് എല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. താഴെ കുറച്ച് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. നോക്കിയേ, 3 ഫംഗ്ഷൻസ്, 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമം ഒക്കെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. The 3 functions graphed in figure 13.8.6 all have critical points at 0, 0. അതിനെല്ലാം ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട് 0, 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാഡിൽ പോയിന്റ് അല്ല, ക്രിട്ടിക്കൽ പോയിന്റ്. For the paraboloids, the partial derivatives at the origin are 0. Paraboloid. ഇതാണല്ലോ പാരാബോളോയിഡ്. രണ്ട് പരാബോളാണ്. ഈ പാരാബോളോയിഡിന്റെ 0, 0യിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ എന്തേ വരത്തുള്ളൂ? രണ്ടും 0 തന്നെ വരത്തുള്ളൂ. അതായത് fx at 0, 0യും fy at 0, 0യും കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? 0 എന്നേ കിട്ടത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. fx കണ്ടുപിടിച്ചാൽ എന്ത് വരും? fx കണ്ടുപിടിച്ചാൽ 2x, fy കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? 2y. at 0, 0 ഇവാലുവേറ്റ് രണ്ടും എന്തായിപ്പോ? 0, 0 ആയിപ്പോ. ഓക്കെ, ഈ പദം കാണുമ്പോൾ തന്നെ അറിയാം ഇതാണ് ഇവിടുത്തെ എന്ത് റിലേറ്റീവ് മിനിമം എന്ന് പറഞ്ഞ ഫസ്റ്റ് ഫിഗർ. അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ആണ്, അതേപോലെ തന്നെ എന്താണ് അബ്സല്യൂട്ട് മിനിമം ആണ്. ഓക്കെ, അതാണ് പറയുന്നത്. ഫോർ ദ പാരാബോളോയിഡ്സ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അറ്റ് ദ ഒറിജിൻ ആർ 0. യു ക്യാൻ ചെക്ക് ദിസ് ഓൾജിബ്രിക്കലി ബൈ ഇവാലുവേറ്റിംഗ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് 0, 0. അതായത് ഒന്നുകിൽ ഓൾജിബ്രിക്കലി ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പം ചെയ്ത കണക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് fx കണ്ടുപിടിച്ചു, fy കണ്ടുപിടിച്ചിട്ട് 0, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ അങ്ങനെ തന്നെ കണ്ടുപിടിക്കണമെന്നില്ല. ബട്ട് യു ക്യാൻ സീ ഇറ്റ് ജോമെട്രിക്കലി. വേണമെങ്കിൽ ഇത് ജോമെട്രിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റും ബൈ ഒബ്സർവിംഗ് ദ trace in the XZ and YZ plane. XZ ഉം YZ പ്ലെയിനിൽ കൂടെയുള്ള ട്രേസ് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇവിടെ പറഞ്ഞുതരാം. XZ പ്ലെയിനിൽ കൂടെയുള്ള ട്രേസ് എടുക്കുമ്പോൾ ഇത് എന്ത് വരുന്നു? ഈ പരാബോള വരുന്നു. അവിടെ മിനിമം വന്നിരിക്കുന്നവരാണ് 0, 0 ആണ്. നിങ്ങൾ YZ പ്ലെയിനിൽ കൂടെ ട്രേസ് എടുത്താൽ എന്ത് വരും? ഇങ്ങനെ വന്നു. അപ്പോഴും എന്ത് വരുന്നു? മിനിമം വരുന്നു. സോ XZ പ്ലെയിനിൽ കൂടെ ട്രേസ് എടുത്താലും YZ പ്ലെയിനിൽ കൂടെ ട്രേസ് എടുത്താലും, ബോത്ത് XZ ആൻഡ് YZ, ഈ രണ്ട് പ്ലെയിനിൽ കൂടെ ട്രേസ് എടുത്താലും അത് മിനിമം ആയിട്ട് തന്നെയാണ് വരുന്നത്. സോ അതാണ് അവിടുത്തെ റിലേറ്റീവ് മിനിമം. ഓക്കെ, ഈ ഇവിടുത്തെ രണ്ടാമത്തെ കേസ് ആകുമ്പോഴത്തേക്ക് നോക്കിയേ, XZ പ്ലെയിനിൽ കൂടെ ട്രേസ് എടുത്താൽ ഓക്കെ ഇവിടെ എന്ത് വരുന്നു?
മാക്സിമം വരുന്നത് 0 0 കറസ്പോണ്ടിങ് മാക്സിമം ആണ് വരുന്നത്. ഇനി ഈ YZ പ്ലെയിനിൽ കൊടുത്താലോ അപ്പോഴും 0 0 എന്ത് വരുന്നു മാക്സിമം വരുന്നു. സോ അതാണ് ഇവിടുത്തെ റിലേറ്റീവ്, അതേപോലെ തന്നെ അബ്സല്യൂട്ട് മാക്സിമം. ഇനി for the cone neither partial derivatives exist at the origin because the trace in the xz and yz plane have corners there. അതായത് ഈ കേസ് നോക്കുക, ഇവിടെ നോക്കിയേ, ഇപ്പം എക്സ് പ്ലെയിനിൽ കൂടെ ഈ കോണിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഇതൊരു ഷാർപ്പായിട്ടുള്ള എൻഡ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, ഇങ്ങനെ ഷാർപ്പ് എൻഡ് വരുവാണെങ്കിൽ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്തില്ല, ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. സോ അതേപോലെ തന്നെ ഇവിടെ YZ പ്ലെയിനിൽ കൂടെ എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടുന്നത്, ഒരു ഷാർപ്പായിട്ടുള്ള എൻഡ് കിട്ടുന്നത്. സോ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്തില്ല, ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ശരിയാണല്ലോ. അപ്പം ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ലെങ്കിലും അത് എന്ത് പോയിന്റ് തന്നെയാണ്, ക്രിട്ടിക്കൽ പോയിന്റ് തന്നെയാണ്. ക്ലിയർലി ഇവിടെയാണ് എന്തുണ്ടാകുന്നത്, മിനിമം ഉണ്ടാകുന്നത്. സോ അതാണ് പറയുന്നത് fx00 and fy00 do not exist, relative and absolute minimum at 0 0. നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിലും അവിടെ എന്ത് സംഭവിക്കാം, റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം സംഭവിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്കറിയാം നിങ്ങളിപ്പോ കുറെ ഡെഫിനിഷൻസ് കേട്ടു, കുറെ ഡെറിവേറ്റീവ്സ് ഒന്നും ചിലടത്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ലെന്നും ചിലടത്ത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണെന്ന് എനിക്കറിയാം. പക്ഷേ പ്രോബ്ലം ഇല്ല, ഈ നെക്സ്റ്റ് തിയറം പഠിക്കുന്നതോടെ നിങ്ങളുടെ എല്ലാം എന്താ ഈ എങ്ങനെ കണ്ടുപിടിക്കും, മാക്സിമം കണ്ടുപിടിക്കും, എങ്ങനെ മിനിമം കണ്ടുപിടിക്കും എന്നുള്ള എല്ലാ പ്രോബ്ലംസും കഴിയും. ഈ തിയറം മാത്രം ഒന്ന് പഠിച്ചു, അതിന്റെ പ്രൂഫ് നമ്മൾ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ മതി. തിയറത്തിന്റെ പേര് ഇതാണ്, സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ്. പറയുന്ന ഇതാണ്, എഫ് എന്ന് പറയുന്ന ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത അതിന് കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു ഇൻ സം ഡിസ്ക് സെന്റേർഡ് അറ്റ് എ ക്രിട്ടിക്കൽ പോയിന്റ് x0 y0. ഓക്കെ, നിങ്ങൾ ഡി എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഡി എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. fxx at x0 y0 into fyy at x0 y0 minus fxy square at x0 y0. ഇതൊരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. നിങ്ങൾ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു, അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സും കണ്ടുപിടിക്കുന്നു, സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈയും കണ്ടുപിടിക്കുന്നു, പിന്നെ ആദ്യം fx കണ്ടുപിടിച്ചിട്ട് പിന്നെ fy കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഇവരെ എല്ലാവരെയും എന്ത് ഇവാലുവേറ്റ് ചെയ്യണം, x0 y0 ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് ഡി കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഈ ന്യൂമറിക്കൽ വാല്യൂ ഡി പോസിറ്റീവ് ആണ്, അതേപോലെ തന്നെ fxx at x0 y0 പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും x0 y0 റിലേറ്റീവ് മിനിമം ആണെന്ന് പറയാൻ പറ്റും. ഇനി ഈ ന്യൂമറിക്കൽ വാല്യൂ ഡി പോസിറ്റീവും fxx at x0 y0 നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും റിലേറ്റീവ് മാക്സിമം അറ്റ് x0 y0 ആണെന്ന് പറയും. ഇനി ഈ ന്യൂമറിക്കൽ വാല്യൂ ഡി നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും സാഡിൽ പോയിന്റ് ആണെന്ന് പറയും. ഇനി ഡി ഈക്വൽ ടു 0 ആയി പോവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇത് മാക്സിമം ആണോ മിനിമം ആണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ നോ കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ. അപ്പൊ ഈ തിയറം ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, എന്താ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ, എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നോക്കിയേ. അതായത് എഫ് എന്ന് പറയുന്ന ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ, ഓക്കെ, വിത്ത് കണ്ടിന്യൂസ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ സം ഡിസ്ക് സെന്റേർഡ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് x0 y0. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നു, അത് വളരെ എളുപ്പമാണ്. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ ഡെറിവേറ്റീവ് ഒന്നുകിൽ 0 വരുന്ന പോയിന്റുകളും അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രിട്ടിക്കൽ പോയിന്റ്. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്നിട്ട് ആ കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം ആണോ മിനിമം ആണോ സാഡിൽ പോയിന്റ് ആണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡി എന്ന് പറഞ്ഞ ഈ ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഈ വാല്യൂ പോസിറ്റീവ് ആണ്, പ്ലസ് fxx at x0 y0 പോസിറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മിനിമം. ഈ ഡി പോസിറ്റീവ് ആണ്, ടുഗദർ വിത്ത് fxx at x0 y0 നെഗറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മാക്സിമം. ഈ ഡി നെഗറ്റീവ് ആണെങ്കിൽ സാഡിൽ പോയിന്റ്, ഡി 0 ആണെങ്കിൽ നോ കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ. ഇതാണ് പരിപാടി. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം, കുറെ പ്രോബ്ലം ഉണ്ട്, നമുക്ക് തൽക്കാലം ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, fxy ഈക്വൽ ടു 3x square minus 2xy plus y square minus 8y. അപ്പോൾ ഇവിടെ എവിടെയാണ് റിലേറ്റീവ് മാക്സിമം, എവിടെയാണ് റിലേറ്റീവ് മിനിമം, എവിടെയാണ് സാഡിൽ പോയിന്റ്, ഇതൊക്കെ നമുക്ക് അറിയണം. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണ്, ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്ന പരിപാടി വളരെ എളുപ്പമാണ്. എവിടെയാണ് fxഉം fyയും 0 ആകുന്നത്,
അല്ലെങ്കിൽ എവിടെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തത്, അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് എക്സ് കണ്ടുപിടിക്കുന്നു. എഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എടുക്കുമ്പോൾ എന്ത് വരും? 6x. അപ്പൊ നമ്മൾ എഴുതി 6x. ഇവിടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എടുത്താൽ എന്ത് വരും? -2y. ഇനി ഒന്നുമില്ല, ബാക്കിയെല്ലാം 0 ആണ്. സോ എഫ് എക്സ് എന്ന് പറയുന്നത് 6x - 2y കിട്ടി. ഇനി അടുത്ത് എഫ് വൈ കണ്ടുപിടിക്കുക. എഫ് ഐ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? എഫ് ഐ കണ്ടുപിടിക്കും -2x അല്ലെ, -2x എഴുതി +2y -8. സോ നമ്മൾ എഫ് എക്സ് കണ്ടുപിടിച്ചു, എഫ് ഐ കണ്ടുപിടിച്ചു. ഇവര് 0 ആകുന്നത് എപ്പോഴാണെന്ന് അറിയണം. അതിന് എന്ത് ചെയ്യണം? നമ്മൾ രണ്ടുപേരെയും 0ക്ക് ഇക്വേറ്റ് ചെയ്തു. അപ്പൊ 6x - 2y = 0, -2x + 2y - 2y - 8 = 0. ഇത് രണ്ടുപേരും നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെ വരും? 6x - 2y = 0. ഇവിടെ എന്ത് വരും? -2x + 2y. ഈ -8 അപ്പുറത്ത് വരും, +8. ഓക്കെ, ശരിയാണല്ലോ. ഇനി രണ്ടുപേരും നമ്മൾ കൂട്ടുക. കൂട്ടുമ്പോൾ എന്ത് വരും? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4x = 8. ഓക്കെ, x = നമുക്ക് എന്ത് കിട്ടും? 2. സോ x = 2 കിട്ടി. x = 2 കിട്ടിയാൽ ഇവിടുന്ന് y പിടിക്കാൻ എളുപ്പ. എക്സിന്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് വരും? 6 × 12 - 2y = 0. സോ 2y = 12. സോ y = 6. സോ നമുക്ക് പോയിന്റ് കിട്ടി 2, 6. സോ 2, 6 എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റ് നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായേ? സോ 2, 6 ഈസ് ദ ഓൺലി ക്രിട്ടിക്കൽ പോയിന്റ്. എല്ലായിടത്തും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. സോ അതുകൊണ്ട് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു കേസ് ഇല്ല. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും 0 ആവുന്ന കേസ് മാത്രമേ ഉള്ളൂ. സോ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് ആര് മാത്രമേ വരുന്നുള്ളൂ? 2, 6 മാത്രമേ വരുന്നുള്ളൂ. ഇനി നമ്മൾ അറിയണം. ഇനിയിപ്പോ നോക്കിയേ, നമ്മളപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചു. നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് x0, y0 കണ്ടുപിടിച്ചു. ഇനി ആ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്ന് അറിയണം. അതായത് റിലേറ്റീവ് മിനിമം ആണോ, റിലേറ്റീവ് മാക്സിമം ആണോ, സാഡിൽ പോയിന്റ് ആണോ, അല്ലെ? അത് നമ്മൾ അറിയണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ ഡി എന്ന് പറഞ്ഞ ആളെ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഡിയെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? എഫ് എക്സ് എക്സും വേണം, എഫ് വൈ വൈയും വേണം, എഫ് എക്സ് വൈയും വേണം. ശരിയാണല്ലോ? അപ്പൊ അത് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, എഫ് എക്സ് കയ്യിലിരിപ്പുണ്ട്. എഫ് എക്സ് കയ്യിലിരിപ്പുണ്ട്. അവിടുന്ന് എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കണം. അതായത് ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കണം. ഒന്നുകൂടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എടുത്താൽ നമുക്ക് എന്ത് വരും? 6. സോ നമുക്ക് കിട്ടി. ഇനി എഫ് വൈ കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് വൈ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അവിടുന്ന് എന്ത് കണ്ടുപിടിക്കണം? എഫ് വൈ വൈ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് കിട്ടും? 2. മനസ്സിലായല്ലോ? ഇനി അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. എഫ് എക്സ് വൈ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? എഫ് എക്സ് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് എടുക്കണം. എഫ് എക്സ് എന്താ? ഇത് 6x - 2y. അതിനെ വിത്ത് റെസ്പെക്ട് വൈ എടുത്താൽ എന്തേ എടുത്തുള്ളൂ? -2. സോ -2. എല്ലാം കറക്റ്റാ. ഇനി ഡി എന്ന് പറഞ്ഞ ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഡി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം. ഡി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് എക്സ് എക്സ് 26 into fyy 26 minus fxy square 26. ശരിയാണല്ലോ? fxy 26 ന്റെ വാല്യൂ 6, fyy 26 ന്റെ വാല്യൂ 2 മൈനസ് fxy യുടെ വാല്യൂ -2. അപ്പൊ -2 ഹോൾ സ്ക്വയർ. അപ്പൊ 6 × 12 - 4 എത്ര കിട്ടും? 8. 8 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണല്ലോ. സോ നമ്മൾ ആദ്യത്തെ രണ്ട് കേസിൽ പെടും, എയും ബിയും അല്ലെ? ഡി പോസിറ്റീവ് ആണ്. ഇനി ഒരു കാര്യം കൂടെ നോക്കിയാൽ മതി. എഫ് എക്സ് എക്സിന്റെ വാല്യൂ നോക്കിയാൽ മതി. നോക്കിയേ, എഫ് എക്സ് എക്സിന്റെ വാല്യൂ. എഫ് എക്സ് എക്സ് എന്ന് വെച്ചാൽ എത്രയാണ്? 6 ആണ്. സോ എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് 6 ആണ്. അതെന്താണ്? പോസിറ്റീവ് ആണ്. നോക്കിയേ, അപ്പൊ ഇവിടെ ഏത് കേസിൽ പെടും? ഫസ്റ്റ് കേസിൽ പെടും. കാരണം ഡിയും പോസിറ്റീവ് ആണ്, എഫ് എക്സ് എക്സും പോസിറ്റീവ് ആണ്. സോ നമുക്കെങ്കിൽ എന്ത് പറയാൻ പറ്റും? എഫ് ഹാസ് എ റിലേറ്റീവ് മിനിമം അറ്റ് 2, 6 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാം? 2, 6 എന്താ ഉള്ളതെന്ന് പറയാൻ പറ്റും. 2, 6 റിലേറ്റീവ് മിനിമം ആണ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രേ ഉള്ളൂ ആ പ്രോബ്ലം ചെയ്യേണ്ട രീതി.